ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നൽ ഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അൽ ഉസൂലു സലാസ, മൂന്ന് അടിസ്ഥാന തത്വങ്ങൾ, ഖബറിലെ മൂന്ന് ചോദ്യങ്ങളെക്കുറിച്ച് ഉള്ള വിജ്ഞാനമുണ്ടാക്കാനാണ് നമ്മൾ ഈ പുസ്തകം പഠിക്കുന്നത്. ആ മൂന്ന് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണമെങ്കിൽ നമുക്ക് വിജ്ഞാനമുണ്ടാകണം. എന്നാലേ നമുക്ക് ഉത്തരം പറയാൻ സാധിക്കുകയുള്ളൂ. നിൻ്റെ റബ്ബ് ആരാണ്, നിൻ്റെ ദീൻ എന്താണ്, നിൻ്റെ നബി ആരാണ് എന്ന് ചോദിക്കുന്ന മൂന്ന് ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരം പറയാൻ സാധിക്കണം. ഈ പുസ്തകം ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലയുടേതാണ്. അതിൻ്റെ വിശദീകരണം ഷെയ്ഖ് ഫൗസാൻ ഹഫിദഹുല്ലയുടേതാണ്. അപ്പം നമ്മൾ ഈമാൻ്റെ സ്തംഭങ്ങളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് 6 സ്തംഭങ്ങൾ, തൂണുകളുണ്ട് എന്ന് പഠിച്ചു. അതിൽ 4 നമ്മൾ പഠിച്ചു കഴിഞ്ഞു. 4 അർക്കാനുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഈമാൻ്റെ അർക്കാനുകൾ, അർക്കാനുൽ ഈമാൻ, സ്തംഭങ്ങൾ. ഇനി പഠിക്കാൻ പോകുന്നത് 5ാമത്തെ തൂണാണ്, 5ാമത്തെ സ്തംഭം. നമ്മൾ സാധാരണ മലയാളത്തിൽ ഈമാൻ കാര്യങ്ങൾ 6 എന്ന് സാധാരണ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ ഈ 6 കാര്യങ്ങൾ നമ്മൾ ചിലപ്പോൾ മദ്രസയിൽ പഠിക്കുന്നവർ അല്ലാത്തവർ ഉസ്താദിനെ വെച്ച് പഠിച്ചിട്ടുണ്ടാകാം. അത് പഠിച്ച് ആ 6 എണ്ണി പറഞ്ഞ് നല്ല മാർക്ക് വാങ്ങി പരീക്ഷ ജയിച്ചത് കൊണ്ട് മാത്രം കാര്യമായില്ല. ആ 6 സ്തംഭങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായിട്ട് നമ്മൾ അറിയാൻ നിർബന്ധമാണ്. അതിൽ അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ, അതിലെ ഒന്നും നമ്മൾ നിഷേധിക്കാൻ പാടില്ല, സംശയം പോലും വരാൻ പാടില്ല. ബാറക്കല്ലാഹു ഫീക്കും. 5ാമത്തെ തൂൺ, അത് അവസാനത്തെ ദിവസത്തിലുള്ള വിശ്വാസമാണ്. അതാണ് 5ാമത്തെ സ്തംഭം. അവസാന ദിവസം കൊണ്ട് ഉദ്ദേശം അത് നിൽക്കുന്ന ദിവസമാണ്. അതിനെ അവസാന ദിവസം എന്ന് പറയാൻ കാരണം ആദ്യത്തെ ദിവസം അത് ഈ ദുനിയാവിലെ ദിവസമാണ്, ഈ ലോകത്തിലുള്ള ദിവസമാണ്. അതാണ് ആദ്യത്തെ ദിവസം. നിൽക്കുന്ന ദിവസമാണ് അവസാനത്തെ ദിവസം. വിശ്വാസം ആ അവസാനത്തെ ദിവസത്തിൽ ഉണ്ടാവുക എന്നതിൻ്റെ അർത്ഥം മരണശേഷം അതിലുള്ള വിശ്വാസമാണ്. ഖബറിലെ ശിക്ഷ, ഖബറിലെ അനുഗ്രഹം, 2 മലക്കുകൾ ഖബറിൽ ചോദ്യം ചെയ്യുന്നത്, ഖബറിന് ശേഷമുള്ള എല്ലാ കാര്യങ്ങളിലും വിശ്വസിക്കുന്നത് അവസാനത്തെ ദിവസത്തിലെ വിശ്വാസത്തിൽ പെടും. അതേപോലെ ഉയർത്തെഴുന്നേൽപ്പ്, ഒരുമിച്ച് കൂടൽ, പ്രതിഫലം നൽകൽ, കർമ്മങ്ങൾ തൂക്കൽ, സിറാത്ത് പാലം, സൽക്കർമ്മങ്ങളും ദുഷ്കർമ്മങ്ങളും തൂക്കുന്ന മീസാൻ എന്ന തൂക്കം, സ്വർഗം നരകം, ഇതിൻ്റെ വിശദാംശങ്ങൾ അതൊക്കെ അവസാനത്തെ ദിവസത്തിലാണ് സംഭവിക്കുക. അതെല്ലാം പൊതുവായിട്ടും നമ്മൾ വിശ്വസിക്കണം. അതിൻ്റെ വിശദീകരണങ്ങൾ നൽകിയതും നമ്മൾ വിശ്വസിക്കണം. അത് മരണം ആരംഭിക്കുന്നത് മുതൽ ജനങ്ങളെ സ്വർഗത്തിലേക്കും നരകത്തിലേക്കും പ്രവേശിപ്പിക്കുന്നത് വരെ നമ്മൾ എല്ലാത്തിലും വിശ്വസിക്കണം. എന്താണ് ശരിയായി വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ, സഹീഹായി വന്നിട്ടുള്ള ആധികാരിക റിപ്പോർട്ടുകളെല്ലാം വിശ്വസിക്കണം. അതിനെക്കുറിച്ചൊന്നും സംശയിക്കരുത്. ആരെങ്കിലും അതിലെ ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് സംശയിച്ചാൽ അപ്പോൾ അവൻ അവിശ്വാസിയാകും. അവൻ ഇസ്ലാം മതത്തിൽ നിന്ന് പുറത്തു പോകും. ഇതെല്ലാം ആണ് അവസാനത്തെ ദിവസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
അതിലുൾപ്പെട്ടതെല്ലാം. നമുക്കറിയാം, ഇന്ന് കേരളത്തിൽ പോലും മുസ്ലിങ്ങളുണ്ട്, വിദ്യാഭ്യാസമുള്ള മുസ്ലിങ്ങളുണ്ട്. അവർ സിറാത്ത് പാലത്തെ നിഷേധിക്കുന്നു. അങ്ങനെ ഒരു സംഭവം നടക്കുകയില്ല എന്ന് പറയുന്നു. കർമ്മങ്ങൾ തൂക്കുന്നത് നിഷേധിക്കുന്നു. അല്ലെങ്കിൽ അവർ പറയും നമ്മൾ ഹദീസൊന്നും നിഷേധിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവർ എന്ത് ചെയ്യും? ഇത് പാലല്ല എന്ന് പറഞ്ഞിട്ട് അതിനെ വ്യാഖ്യാനിക്കുന്നു. അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കണം. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ വിശ്വാസം, സലഫുകളുടെ വിശ്വാസം, സഹാബക്കൾ റളിയല്ലാഹു അൻഹുവിൻ്റെ വിശ്വാസം, ഇതെല്ലാം സംഭവിക്കും എന്ന് തന്നെയാണ്. അതിനൊന്നും വ്യാഖ്യാനമൊന്നും അവരാരും കൊടുത്തിട്ടില്ല. കാരണം അള്ളാഹ് വ്യാഖ്യാനിച്ചിട്ടില്ല. അള്ളാഹ് അങ്ങനെ ഒരു വ്യാഖ്യാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. കാരണം ഇതിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ അവിശ്വസിച്ചാൽ, സംശയിച്ചാൽ അവൻ അവിശ്വാസിയായി, അവൻ ഇസ്ലാം മതത്തിൽ നിന്ന് പുറത്തുപോയി. അള്ളാഹു നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. ബാറക്കല്ലാഹു ഫീക്കും. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.